ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാമ്പ് സ്ക്രാംബ്ലറിൽ ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ ഹാൻഡ് ഗാർഡ് ഫിറ്റ് ചെയ്യാൻ പോയത്. ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ ഒറിജിനൽ മേടിക്കാനുള്ള അത്രയാണ് എനിക്കില്ല. അതുകൊണ്ട് ഒരു അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹെൽമെറ്റ് വേൾഡ് ട്രാൻഡ്രത്തിൽ നിന്നാണ് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാം. ലൈക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ഗൈസ്. അലുമിനിയമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്താണ്. 0 ആക്കിയിട്ടുണ്ട്. ഗാനിന് വലിയ വെയിറ്റ് ഒന്നുമില്ല ഗൈസ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒന്നും നമുക്ക് രക്ഷയില്ല. സാധനം എന്താ ഗൈസ്, 220 ഗ്രാംസേ ഉള്ളൂ. ആണ് എൻ്റെ ട്രാമ്പ് സ്ക്രാംബ്ലർ 400. കുറേ അധികം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ എല്ലാവരും ആഡ് ഓൺ ആയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒറിജിനൽ ബാക്ക് ബസ്റ്റേഴ്സ് വെച്ചൊരു വണ്ടി കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന സംഭവം. ഇതിൽ ഞാൻ ഓൾറെഡി കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹാൻഡിൽ ബാർ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഈസി ആക്കാണ്. നമ്മുടെ സ്റ്റോക്ക് ഒരു ചെറിയൊരു സംഭവം ഇവിടെ വരും. ഞാൻ വേണമെങ്കിൽ ഊരി കാണിച്ചു തരാം. ചെറിയൊരു ബാറിൻ്റെ വെയിറ്റാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു NSൻ്റെ ബാറിൻ്റെ വെയിറ്റാണ് ഞാൻ മേടിച്ചിട്ട്. അത് ഒരു വലിയ ബോൾട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഹാൻഡിൽ ബാർ വൈബ്രേഷനും നല്ല ഡിഫറൻസ് ഉണ്ട് ഗൈസ്. ഹാൻഡിൽ ബാർ നല്ല സ്റ്റേബിളായിട്ടുണ്ട്. മറ്റേ ഹാൻഡിൽ ബാർ കിടന്ന് വിറക്കി വരുന്നു ചെറുതായിട്ട്, ഒരു ബസ്സി ഫീലുണ്ട് ഹാൻഡിൽ ബാർ. അതില്ല ഗൈസ്, ഇതൊരു NSൻ്റെ. ഇതിനൊന്നും ചെയ്തിട്ടില്ല. ഇതിന് സ്റ്റോക്ക് മാറ്റിയിട്ട് ഇതങ്ങ് ഇട്ടാൽ മതി. ഇത് ഞാൻ ചെറിയൊരു സ്പേസർ പോലെ സ്റ്റോക്കിനെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യണമെന്നില്ല. ഇത് സ്റ്റോക്ക് മാറ്റിയിട്ട് ഇത് തന്നെ കിട്ടാൽ മതി. ഞാൻ പിന്നെ കുറച്ചും കൂടെ വൃത്തിക്ക് വേണ്ടി ചെയ്തതാണ് അങ്ങനെ. എന്നിട്ട് സ്കൗട്ടിൻ്റെ ഗ്രിപ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ഹാക്കാണ് ഗൈസ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വൈബ്രേഷൻ നല്ലോണം കുറയും. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ബാക്ക് ബസ്റ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന മുമ്പ് ഇതൊരു അൺബോക്സ് ചെയ്യണ്ടേ. ഇത് നമ്മൾ കാണിച്ചതാണ് ഓൾറെഡി. ഞാൻ പിന്നെ വേറെ കുറേ പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ട് ഹെൽമെറ്റ് വേൾഡിൽ നിന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഹെൽമെറ്റ് വേൾഡ് ഇൻസ്റ്റാഗ്രാമിൻ്റെ. അപ്പോൾ RCB ഗ്രിപ്സ് എല്ലാ സാധനവും ഉണ്ട്. നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസാണ് കൊടുക്കുന്നവർ. പിന്നെ ഇത് ഒരു ഡേർട്ട് ബൈക്കിൻ്റെ ഇത് എനിക്ക് വേറെ വണ്ടിയിൽ വയ്ക്കാനാണ്. പിന്നെ ഇതെല്ലാം വേറൊരു പ്രോജക്റ്റ് ബൈക്സാണ്. ഇതെല്ലാം നിങ്ങളുടെ വീഡിയോസ് വരുന്നതാണ്. പിന്നെ വേറൊരു ഹാൻഡ് ഗാർഡും കൂടെ മേടിച്ചു. ഈ ഒരു ഹാൻഡ് ഗാർഡും കൂടെ സെറ്റാണ്. ഇതും കൊള്ളാം. ഇത് വലിയ ക്വാളിറ്റി ഇല്ല, വലിയ മീൻസ് അതിൻ്റെ അത്രയും ലുക്കില്ല, പക്ഷേ വലിയ പ്രൈസില്ല ഗൈസ്. ഇതെനിക്കൊരു 1199 ആണ് MRP. അപ്പോൾ ഇത് വരുമ്പോൾ 2299 ആണ് ഇതിൻ്റെ MRP വരുന്നത്. പിന്നെ പ്രോട്ടൈപ്പറിന് ആയാലുണ്ട്. ഇത് 1800 എന്തോ ഉള്ളൂ. അവിടെ എല്ലാം നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസാണ്. ഇത്തിരി ക്വാളിറ്റിയുള്ള സംഭവമാണ്. ഒരുവിധം എല്ലാ ആക്സസറീസും ഞാൻ ഈ വണ്ടിയിൽ മേടിച്ചത് ഹെൽമെറ്റ് വള്ളിയിൽ നിന്നാണ്. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാം. അൺബോക്സിങ് കേസ് ആദ്യം എടുത്ത ഈ സാധനം ഇതിങ്ങനെ കവറിലാണ് ഒന്ന്. ഞാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു. ക്വാളിറ്റിയൊക്കെ കൊള്ളാൻ കഴിയും എന്ന് വെച്ചാൽ ലോക്കൽ സാധനമല്ല, ഇച്ചിരി ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പോൾ ആദ്യമായിട്ട് അത് വരും. പിന്നെ അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന 2 ചെറിയ പ്ലാസ്റ്റിക് വരും. ഇത് ഞാൻ അവസാനം വയ്ക്കത്തുള്ളൂ, ചില നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ മാത്രമേ വയ്ക്കത്തുള്ളൂ. അതിന് വെക്കാനായിട്ട് കുറച്ച് സ്ക്രൂസ് വരും. പിന്നെ അത് 2 ബാറുണ്ടല്ലോ, അതേപോലെ 2 ബാർ വരുന്നുണ്ട്. കയ്യിലാണ് പിടിച്ചെടുക്കുന്നത്, അപ്പോൾ അത്ര ക്വാളിറ്റി ഒന്നും വരത്തില്ല. പിന്നെ ഇങ്ങനെയാണ് അപ്പുറ സൈഡിൽ വന്നിരുന്നത്. സംഭവം ക്വാളിറ്റി ഉണ്ട് ഗൈസ്. എന്താ പറയുക, ആ വിലയ്ക്ക് വേർത്താന്ന് തോന്നുന്നു. കാരണം നമ്മളൊരു പുതിയ ബാക്ക് ബസ്റ്റർ മേടിക്കുന്നത് 12,000 രൂപയ്ക്കാവും ഇതെല്ലാം കൂടെ വാങ്ങിച്ചു വരുമ്പോൾ. ഇത് ഈ ബ്ലാക്ക് പീസ് ഇതിലോട്ട് മൗണ്ട് ചെയ്യുന്ന ബോൾട്ടുകൾ, ഇത് നമുക്ക് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യുന്ന സാധനം. എല്ലാം അലുമിനിയമാണ്, നല്ല ലൈറ്റ് വെയിറ്റാണ്. കാരണം ഇത് തന്നെ ഒരു 280 ഗ്രാംസേ ഉള്ളൂ. മൊത്തത്തിൽ എല്ലാം കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ ഒരു ഏകദേശം ഒരു 500 അല്ല, ഇങ്ങനെ പോയാലും ഒരു 800 to 900 ഗ്രാംസ് വരും. ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലുക്സ് കിട്ടും. ഓവറായിട്ട് വെയിറ്റും കയറ്റുന്നില്ല വണ്ടി. ഇനി ഇത് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഗൈസ്. നമുക്കിതിന് ചെറുതായിട്ടൊന്ന് അസംബിൾ ചെയ്തിട്ട് നമുക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ കാണിച്ചു തരാം. നമുക്ക് ആദ്യം അതിൻ്റെ മൗണ്ട് പൊട്ടിക്കാം, എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് ഇത്രയും സംഭവം വരുന്നത് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് മൗണ്ട്. ഇത് ഹാൻഡിൽ ബാറിനകത്ത് പോകുന്നതാണ്. ഇത് നമുക്ക് ഈ വണ്ടിക്ക് ഇത് ആവശ്യമില്ല, അത് നമുക്ക് ആവശ്യമില്ല. ക്വാളിറ്റി കണ്ടില്ലേ ഗൈസ്, നല്ല ക്വാളിറ്റി ഉണ്ട് ഗൈസ്. സംഭവം നമ്മൾ വിചാരിച്ച പോലെ അല്ല. അപ്പോൾ അതിൻ്റെ മൗണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് സാധനം ഉണ്ടല്ലോ. നമുക്ക് പിന്നെ ട്രയംബ് 400 സ്ക്രാംബ്ലറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്കിത് ഇതിൻ്റെ ഒരു 4 വേണം. പിന്നെ ഇത് ഓബിയസ്ലി വേണം, ഇതും വേണം. പിന്നെ ഇത് ഇത്രയും മൗണ്ടുകളും വേണം. ഇത് ഇത്രയും മാത്രം മതി, ഇത് ഇത്രയും വേണ്ട. പിന്നെ ഇതിൽ എല്ലാ സ്ക്രൂസും വേണ്ട, നമുക്ക് ഒരു കുറച്ച് അതിലാവശ്യമുള്ള സ്ക്രൂസ് മാത്രം മതി. പിന്നെ വേണ്ടത് നമുക്കിതിൻ്റെ ബാക്ക് ബസ്റ്റേഴ്സാണ്. നമുക്കിനി അത് അസംബിൾ ചെയ്യാം.
ഗൈസ് അൺബോക്സിങ് ഗൈസ് ബാക്ക്ബസ്റ്റേഴ്സ് ഗൈസ്. ഞാൻ ഫ്രണ്ട് ക്യാമറ ബ്ലോഗ് ചെയ്യുന്ന അതാണ് ഈ മിററായി വരുന്നത്. ഇതിൻ്റെ 2 മൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സെറ്റ് ചെയ്യണോ വേണ്ടതെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഊരിക്കളയാം. അപ്പോൾ ഇത് ഒരെണ്ണം സെറ്റ് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല കേട്ടോ ആ സാധനം വെച്ചിട്ട്. ലൈക്ക് ഇതുപോലെ 2 സെറ്റിങ്സിൽ വയ്ക്കാം. ഇത് കുറച്ചുകൂടെ പൊക്കി വയ്ക്കാം. അതിപ്പോൾ ഞാൻ താത്താണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പൊക്കിയും കൂടെ വയ്ക്കാം. അതായത് ഇവിടുന്ന് 2 ബോൾട്ട്, കുറച്ച് മുകളിൽ 2 സ്ക്രൂസ് ഉണ്ട് അവിടെ പക്ഷേ. അപ്പോൾ ഇത് നമുക്കിനി വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഇത് നമ്മളിത് ഇനി ഇത് ഊരണം. ഇത് സെറ്റ് ചെയ്തിട്ട് അസംബിൾ ചെയ്ത് കഴിഞ്ഞായിരുന്നത് മുമ്പ് അസംബിൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. മൗണ്ടുകൾ എല്ലാം അസംബിൾ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ക്വാളിറ്റി ഒക്കെ കാണുമ്പോൾ തന്നെ ഇച്ചിരി നല്ല ഫിനിഷ് ഉണ്ട്. ആദ്യം ഇതിൻ്റെ അടിയിൽ ഒരു ബോൾട്ട് ഉണ്ട് കഴിച്ചിട്ടുണ്ട്, മുഖം കാണുന്നുണ്ട്. എവിടെയാണ് ഈ സാധനം റെഡിയാക്കണം. അപ്പോൾ പഴയ കാക്കപൂരി ഹാൻഡ് ഊരിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഈ സംഭവമാണ് ബാക്ക്ബസ്റ്റേഴ്സ്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ കഴിച്ച ബാക്ക്ബസ്റ്റേഴ്സ് നമുക്ക് ഇതിൻ്റെ ബോൾട്ട് ചെയ്യാം. അപ്പം അതിന് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ബാറിൻ്റെ തന്നെ ഉപയോഗിക്കുന്നത്. കാരണം ഹാൻഡ് ബാറിൽ വൈബ്രേഷൻസ് ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് അബ്സോർബ് ചെയ്തോളും. സോ ബാക്ക്ബസ്റ്റേഴ്സ് ഇങ്ങനെയല്ലേ വയ്ക്കണം. ഈ സൈഡിലെ മൗണ്ടാണ്. എൻ്റെ വയറ്ററയുടെ ഈ ബാഗ് ഇടും. ഇച്ചിരി ടാസ്ക് ആയിരുന്നു. നമ്മൾ ഏകദേശം സെറ്റാക്കി വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ചെന്ന് വൈഡ് ആംഗിൾ അങ്ങനെ വെച്ചാൽ എങ്ങനെയാണ് കാണണം. നല്ല ലുക്ക് ഉണ്ടാവുന്നില്ല കാണിക്കാൻ. Guys, the backbusters. സ്റ്റോക്കിനെ കാട്ടിയും എന്തുകൊണ്ടും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം. സ്റ്റോക്ക് എന്നിരിക്കും. ബാക്ക്ബസ്റ്റേഴ്സ് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് വണ്ടിക്ക്. മറ്റേത് എന്തോ ഒരു ചിരട്ടമുത്തി വെച്ചേക്കും പോലെ ഇരിക്കുകയാണ് അല്ലേ. സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി അപ്പർ സൈഡും കൂടെ പെട്ടെന്ന് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ആയിരുന്നു. കാരണം ഈ ക്ലാമ്പ് എങ്ങനെ വെക്കേണ്ടതെന്നൊരു മാനുവലോ ഒന്നുമില്ല. ഇച്ചിരി സെറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നോക്കി വെച്ചേക്കും സംഭവം. ഇങ്ങനെ ആർക്കെങ്കിലും വെക്കാൻ താല്പര്യം. ഇങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ ലുക്കും ബാക്ക്ബസ്റ്റേഴ്സിൻ്റെ ലുക്കും. പിന്നെ ബാക്ക്ബസ്റ്റേഴ്സ് കുറച്ചും കൂടെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ചും കൂടെ ഒന്ന് വലിയൊരു ഫീൽ കിട്ടും. പിന്നെ അപ്പർ സൈഡും കൂടെ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ഈ സൈഡ് ഇച്ചിരി ടഫായിരുന്നു സെറ്റ് ചെയ്യാൻ. ആ സൈഡ് നമ്മൾ ഈ സൈഡ് വെച്ചുകൊണ്ട് ഇച്ചിരി എളുപ്പമായി. അവിടെ നമ്മൾ മറ്റേ മാസ്റ്റർ സിലിണ്ടർ തട്ടും. സോ അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ മുകളിൽ കൂടെയാണ് വെച്ചത്. അപ്പോൾ ഇനി ബോൾട്ടും കൂടെ തിരിച്ചിട്ടാലേ ലുക്ക് വരത്തുള്ളൂ. മാസ്റ്റർ സിലിണ്ടറിൽ തട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്, സീനില്ല. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ ഉരുക്കാണ്. ഒരു അനക്കവും ഇല്ല കൈസ്. സ്റ്റോക്കൊക്കെ ആണെങ്കിൽ ലൈക്ക് എന്ന് പറയുന്നത് ഫ്ലിംസിയാണ്. വേണ്ട സാധനം ഫ്ലിംസിയാണ്. അതിങ്ങനെ വളയുന്ന ടൈപ്പാണ്. വളഞ്ഞൊടിഞ്ഞു പോണ സാധനമാണ്. ഇത് ഉരുക്കാണ് കൈസ്. എന്ത് പറയാം. പിന്നെ വണ്ടിക്ക് ഇപ്പം മാറി ലുക്കായിട്ടുണ്ട്. ബാക്ക്ബസ്റ്റേഴ്സൊക്കെ ഒന്നും കാണുന്നില്ല. ഈ ഫോഗ് ലൈറ്റ് ഇൻഡിക്കേറ്ററും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലായി ഗൈസ്. നമ്മൾ ഹാൻഡ് ഗാർഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലുക്കൊക്കെ കാര്യങ്ങൾ. ഒരു ബാക്ക്ബസ്റ്റേഴ്സിൻ്റെ ഒരു നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ലുക്ക് അടിപൊളിയായി ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയിൽ ഹാൻഡ് ഗാർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പൊളിച്ചടുക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ബൈ ബൈ.